He's so good. It's a good boy. Can we always take her? Mama, Papa, I at my home, at HBC, I want a baby monkey. I don't have a pet. I don't have a pet. I don't have a pet. You have here more. Can I take her? You want to take her? It's very cute. You like? Usually when you take it, you can't use it. Now when you choose number, Mr. Johnny, they can pick it up for you. Now first number, pick up number 7, Johnny. Are you sure? Good job! Aywa. Next step we make for us for monkey set. Now I show you first and behind the number, no sticker, no mask. They can shoot one in the bucket. 1, 2, 3. എല്ലാവർക്കും സാജ് ഫാമിലിയുടെ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തായ്ലൻഡിലെ ഫുക്കറ്റിലുള്ള കാത്തു കോബ്ര ഷോ അഥവാ സ്നേക്ക് ഷോ, അതുപോലെ തന്നെ മങ്കി ഷോ, ഈ 2 ഷോയുടെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. തായ്ലൻഡിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സുഖമായിട്ട് തായ്ലൻഡ് വരെ പോയിട്ട് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ തന്നെ ഷെയറും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമ്മളിപ്പോൾ അങ്ങനെ ആ ഷോ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ന് കോബ്ര ഷോ അഥവാ സ്നേക്ക് ഷോയും കാണുന്നുണ്ട്, മങ്കി ഷോയും കാണാനുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 2 ഷോയും നടക്കുന്നത് ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ 2 ഷോയും ഒരു ദിവസം തന്നെ കണ്ടു പോകാനായിട്ട് സാധിക്കും. മാത്രമല്ല ഒത്തിരി അധികം സമയമൊന്നുമില്ല കേട്ടോ ഈ ഷോയ്ക്ക്. കൂടി വന്നാൽ ഒരു 30 മിനിറ്റ്സ് തൊട്ട് 45 മിനിറ്റ്സ് വരെ അത്രയ്ക്കുള്ളൊരു ഷോയുടെ ദൈർഘ്യമെന്ന് പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടും കണ്ട് പെട്ടെന്ന് തന്നെ മടങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അന്നത്തെ ആ ഒരു ട്രിപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. പിന്നെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വരുന്ന വഴിയിൽ തന്നെ നമ്മൾ ഒരുപാട് അഡ്വഞ്ചർ ആയിട്ടുള്ളതും അതുപോലെ അല്ലാതുമായിട്ടുള്ള ഗെയിമുകളുടെ സ്ഥലങ്ങൾ കണ്ടായിരുന്നു. പിന്നെ എലിഫന്റ് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റി ടൂറിൽ വേണമെങ്കിൽ ഇത് ഉൾപ്പെടുത്താനും സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എലിഫന്റ് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സിറ്റി ടൂറിൽ ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പിന്നെ നമ്മൾ നോക്കാതിരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഈ മങ്കി ഷോ സ്നേക്ക് ഷോ എന്നൊന്നും പറഞ്ഞ് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ദിവസം തന്നെ മറ്റു പല കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ആ ഒരു ദിവസത്തെ ടൂർ ശരിക്കും നല്ല എൻജോയ് ആക്കാനായിട്ട് സാധിക്കും. കാരണം അത്രേ ടൈമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വന്നത് മങ്കി ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. മങ്കി ഷോ കാണുന്നതിൻ്റെ ആ ഒരു കോമ്പൗണ്ടും കാര്യമാണ് ഈ കാണുന്നത്.
രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ ഓപ്പൺ ആയിരിക്കും. പിന്നെ ടിക്കറ്റ് മുന്നത്തെ വീഡിയോകളിലൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വെബ്സൈറ്റാണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഞാൻ മുന്നേ എല്ലാം ടിക്കറ്റ് എടുക്കുന്ന ഓരോ വെബ്സൈറ്റിനെ കുറിച്ചിട്ട് എല്ലാം ഞാൻ കൃത്യമായിട്ട് ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും പറയാത്തത്. അതെല്ലാം എങ്കിൽ നമുക്ക് വന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇവിടുത്തെ തായ്ലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ഡയറക്റ്റ് ആയിട്ട് സ്ഥലത്ത് നേരിട്ട് വന്ന് എടുക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു ഏകദേശം ടൈമിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് ഇത്ര ടൈം എടുക്കുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം. മറ്റ് വെബ്സൈറ്റുകളിൽ നോക്കാം. അതായത് ഇവർ മറ്റ് വെബ്സൈറ്റുകളിൽ ചിലപ്പോൾ ഈ ഒരു ഷോയുടെ ഒപ്പം തന്നെ വേറെ സ്ഥലങ്ങളും കൂടി ആഡ് ചെയ്ത് അവർ ടിക്കറ്റ് പ്രൈസിൽ വളരെ കുറവൊക്കെ ആക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഒരു വെബ്സൈറ്റിൽ നോക്കിയിട്ട് കോംബോ ഓഫറുകളായിട്ട് കിടക്കുന്നതും ആ കാണുന്ന ഓഫറുകളിലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളും കൂടിയാണെങ്കിൽ റേറ്റ് കുറവ് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല ഫ്രണ്ട്ലി സ്റ്റാഫാണ്. പിന്നെ ഇപ്പം ഒരു ഷോ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ കയറി വന്നത് എങ്കിൽ കൂടി നമ്മൾ ആ ഷോ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഷോയുടെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് വീണ്ടും കാണിക്കും. കാരണം ഞങ്ങൾ വന്ന സമയത്ത് സ്നേക്ക് ഷോ കുറച്ച് തുടങ്ങിയായിരുന്നു. പക്ഷേ നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം അവർ വീണ്ടും ആ കാണാൻ പറ്റാത്ത സ്നേക്ക് ഷോ വീണ്ടും കാണിച്ചു തന്നു. ഈവൻ മങ്കി ഷോ ആണെങ്കിലും കുറച്ച് വശങ്ങൾ നമ്മൾ മിസ് ചെയ്തത് അവർ വീണ്ടും കാണിച്ചു തന്നായിരുന്നു. ഇപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടി അവർ വളരെ ആസ്വദിച്ച് നമുക്ക് വേണ്ടിയിട്ട് ആ ഷോ അവർ നടത്തും. അത്രത്തോളം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ. പിന്നെ ഈ ഒരു ഷോയിൽ വെയിറ്റിംഗ് ടൈം ഒന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴാണ് ചെല്ലുന്നത് അപ്പം നമുക്ക് എൻ്റർ ആവാനായിട്ട് സാധിക്കും. പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഷോ. ഇവർ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതിപ്പോൾ ആ മങ്കീനെ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് പരിശീലിപ്പിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് അവർ ചെയ്തു കൊടുത്തതെന്നൊക്കെയാണ് ഇപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്നേക്ക് ഷോയിലാണെങ്കിലും മങ്കി ഷോയിലാണെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ ചെറിയ മക്കളൊക്കെ ആയിട്ടാണ് നമ്മളിത് കാണാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർത്തും ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ ഏറ്റവും താഴെയുള്ള 2 മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ശരിക്കും നമ്മളുടെ ഐറ്റിനറിക്കകത്ത് ഈ ഒരു ഷോ എന്നൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വേറെ എലിഫൻറ്റ് സാങ്ച്വറി അതുപോലെ തന്നെ വേറെ ഐലൻഡ് ട്രിപ്പുകളും ഒക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരു പ്രാവശ്യം ഈ എലിഫൻറ്റ് ട്രക്കിങ്ങും അതുപോലെ തന്നെ ഐലൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ മക്കൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഷോ ഇവിടെ നമ്മൾ പ്ലാൻ ആക്കിയതാണ്. Right, again, the dinosaur we have just biting one, we have spitting one in here, and safety for you and safety for snake and snake in the world, mister. Snake in the world, no ear. Snake no have ear, they can't hear. No listen, no ear. They have good eye, good smell. They can feel vibration by the tongue very good. But no listen, no ear, they can't hear. Yeah. When you see snake, when you see cobras that come close to you, don't move. Keep still, don't move. Snake they cannot bite. No move, no bite. If you move, move. But don't move, no bite. And you can play. സാഹസികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ഈ സ്നേക്ക് ഷോയിലൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ. അതൊന്നും ഞാനൊരു ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഈ സ്നേക്ക് ഷോയുടെയും അതുപോലെ മങ്കി ഷോയുടെയും വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.